ഓഫർ തട്ടിപ്പ് കേസിൽ പ്രതിചേർത്ത സായി ഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അറസ്റ്റ് ഭയന്ന ആനന്ദകുമാർ ഒളിവിലാണ്. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ പണം തട്ടിയെടുത്തു, വഞ്ചിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ആനന്ദകുമാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരനായ അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്ന് മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. ആനന്ദകുമാർ ഇപ്പോഴും ഒളിവിലാണ്. അറസ്റ്റ് ഭയന്ന് തന്നെയാണ് ഒളിവിലേക്ക് പോയിട്ടുള്ളത്. പ്രധാനമായും ഏതൊക്കെ വകുപ്പുകളാണ് ആനന്ദകുമാറിനെതിരെ ചുമത്തിയിട്ടുള്ളത്? തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അനന്തു കൃഷ്ണൻ എന്ന ഇപ്പോൾ തട്ടിപ്പിൽ അറസ്റ്റിലായ വ്യക്തിയെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് മികച്ച പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഈ സായി ട്രസ്റ്റിന്റെ ചെയർമാനായ ആനന്ദകൃഷ്ണനാണ് ഇദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഈ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ഈ പ്രധാനപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, MLA മാർ, MP മാർ തുടങ്ങിയ ആളുകൾക്കെല്ലാം തന്നെ ഈ അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ആനന്ദകുമാറാണ്. ആനന്ദകുമാറിന് ഇതിൽ നിന്ന് തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. കാരണം ഈ NGO കോൺഫെഡറേഷൻ എന്ന പേരിലാണ് ഈ ഒരു സംഘം രൂപീകരിക്കുകയും വിവിധ സന്നദ്ധ സംഘടനകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. അതിന്റെ പ്രഥമ ചെയർമാനാണ് ആനന്ദകുമാർ. അതുകൊണ്ട് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ പ്രധാനമായും പരാതികൾ ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം തനിക്കിതിൽ പങ്കില്ല, താൻ 6 മാസമായി അനന്തു കൃഷ്ണനുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് കേസെടുത്തതോടുകൂടി ഒളിവിൽ പോകുകയായിരുന്നു. ഇന്ന് ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ പ്രധാനമായും പോലീസ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ്, വഞ്ചന അടക്കമുള്ള കേസുകളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രധാന പ്രതിയായ അനന്തു ഇപ്പോൾ ജയിലിൽ കഴിയുന്നു. അതുകൊണ്ട് ഈ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് പോലീസ് അറസ്റ്റിലേക്ക് പോകേണ്ടി വരും. ഒരുപക്ഷെ ഒളിവിൽ കഴിയുന്ന ഈ ആനന്ദകുമാർ ഈ രംഗത്ത് വരികയും അറസ്റ്റിന് കീഴടങ്ങുമോ എന്നുള്ളതാണ് പ്രധാനമായും കാണേണ്ടത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്, ഫോണിലും മറ്റും സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആനന്ദകുമാറിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും നിർണായകമായൊരു ദിവസമാണ്. 11:30യോടുകൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ദിവ്യ, NGO കോൺഫെഡറേഷൻ മുൻ ചെയർമാനായ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത്. പണം തട്ടിയെടുത്തു, വഞ്ചിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ കേസെടുത്തതിന് പിന്നാലെ ആനന്ദകുമാർ ഒളിവിലായിരുന്നു. ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കുമോ അതോ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. സാജിദ് അജ്മലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.